നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 20, 2026 വെള്ളി. അങ്ങനെ ഇന്ന് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി എന്തെല്ലാം ഘടകങ്ങളാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസീസിലും ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. തുടർന്ന് മാർക്കറ്റിലുണ്ടായ ഇടിവിന്റെ ഫലമായിട്ട് 25,379 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് മാർക്കറ്റിന് ശക്തി ആർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായി ഇന്നത്തെ ഡേ ലോയിൽ നിന്നും ഏകദേശം 280 പോയിന്റുകൾക്കടുത്ത് റാലി ചെയ്തുകൊണ്ട് 25,663 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി 116 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,571 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിനും 316 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 432 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വീണ്ടും 61,000 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1,379 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1,540 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, NTPC, SBI ലൈഫ്, L&T, കോൾ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, ഇറ്റേണൽ, HCL ടെക്നോളജീസ്, ഗ്രാസിം ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ IT, മീഡിയ തുടങ്ങിയ മേഖലകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി പവർ, മെറ്റൽ, ക്യാപിറ്റൽ ഗൂഡ്സ്, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 1% മുതൽ 2% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. കൂടാതെ ബോർഡർ മാർക്കറ്റ്സുകൾക്കും തരക്കേടില്ലാത്ത പെർഫോമൻസും കാഴ്ചവെക്കുവാനായി തൽഫലമായി BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 0.4% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 31 പൈസയുടെ നഷ്ടത്തോടുകൂടി 90.98 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. തൽഫലമായി ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും ഇന്ത്യ-US ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ ഫെബ്രുവരി 3 വന്നതിന് ശേഷം ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയും ഫ്രാൻസുമായി ചേർന്നുകൊണ്ട് റഫേൽ ജെറ്റുകൾ നിർമ്മിക്കും എന്ന പരാമർശം വന്നതിനെ തുടർന്ന് ഇന്ന് ഡാറ്റ പാറ്റേൺസ്, BDL തുടങ്ങിയ ഡിഫൻസ് സ്റ്റോക്കുകളിൽ 5% ഉയർച്ച ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. 10 മിനിറ്റ് ഭക്ഷണ വിതരണം ലാഭകരമല്ലാതായതോടുകൂടി സ്വിഗ്ഗി സ്നാക്സ് അടച്ചുപൂട്ടുകയുണ്ടായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം വിദിതമായ ഒരു അവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റും. കാരണം US-ഉം ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ വീക്കെൻഡോടുകൂടി ഒരു ആക്രമണം തുടർന്ന് പ്രത്യാക്രമണവും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം. എന്നാൽ ഇന്ന് US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാന് വീണ്ടും 10 മുതൽ 15 ദിവസത്തെ ടൈം പീരീഡ് അറ്റാക്കിൽ നിന്നും നീട്ടി നൽകിയതിനെ തുടർന്ന് മാർക്കറ്റിൽ അനുഭവപ്പെട്ട ശാന്തത തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. ഇതിനു പുറമെ ഇന്നലെ നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിയൊക്കെ ഓവർസോൾഡ് സിറ്റുവേഷനിലായിരുന്നു നിലകൊണ്ടിരുന്നതും. എസ്പെഷ്യലി നമ്മൾ ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു നിഫ്റ്റിയുടെ PCR 0.6 താഴെയായിട്ടായിരുന്നു നിലകൊണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് വാല്യൂ ബൈയിങ്ങും വളരെ പ്രകടമായിരുന്നു, എസ്പെഷ്യലി മെറ്റൽ, ബാങ്കിംഗ് സ്റ്റോക്കുകളിൽ. തൽഫലമായി ഇന്ന് നിഫ്റ്റി മെറ്റലിന് 1.25% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി കൂടാതെ സ്റ്റേറ്റ് ഓൺഡ് കമ്പനീസായ കോൾ ഇന്ത്യ, ഭാരത് ഇലക്ട്രോണിക്സ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ തുടങ്ങിയ സ്റ്റോക്കുകളിലും അതിശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റ് പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ അതിശക്തമായ കറക്ഷൻ നേരിട്ട ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് താൽക്കാലികമായിട്ടാണെങ്കിലും US-ഉം ഇറാനും തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന് നേരിയ അയവ് വന്നതിനെ തുടർന്ന് ഉടലെടുത്ത വാല്യൂ ബൈയിങ്ങും ഗുണകരമായി തന്നെ മാറി. ഇന്നലെ US മാർക്കറ്റിൽ S&P 500-നും നാസ്ഡാക്കിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും ഇന്ന് US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ പോസിറ്റീവായിട്ട് തന്നെ വ്യാപാരത്തിൽ തുടർന്നതും യൂറോപ്യൻ മാർക്കറ്റ്സിൽ മൂന്നും ഇന്ന് അനുഭവപ്പെട്ട പോസിറ്റീവ്നെസ്സും ഇന്ത്യൻ മാർക്കറ്റിനും ഗുണകരമായി തന്നെ മാറി. കൂടാതെ ഇന്നലെ മുതൽ അതിശക്തമായ ഉയർച്ച നേരിട്ടുകൊണ്ടിരുന്ന ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിലുണ്ടായ ഇടിവും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറുകയും ഉണ്ടായി. കാരണം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഇടിവ് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം 0.25% ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇടിവ് അനുഭവപ്പെടുകയും ചെയ്തു.
എന്നാൽ അതേസമയം ഇന്നും ഇന്ത്യ വിക്സിൽ ഏകദേശം 10% ഇൻട്രാഡേ ബേസിസിൽ ഉയർച്ച അനുഭവപ്പെടുകയുണ്ടായി. ക്ലോസിംഗ് ബേസിസിലും 6.69% ഉയർച്ചയോട് കൂടിയിട്ട് 14.36 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്ന് ഇന്ത്യ വിക്സിൽ ഉണ്ടായ ഉയർച്ചയും കൂടാതെ ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ നേരിടേണ്ടി വന്ന മൂല്യശോഷണവും ഇന്ത്യൻ മാർക്കറ്റിന്റെ മുന്നോട്ടുള്ള അതിശക്തമായ കുതിപ്പിന് വിഘാതമായി മാറുകയും ചെയ്തു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 76 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.25%, ഫ്രാൻസ് മാർക്കറ്റ് 1% നേട്ടത്തോടുകൂടി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജർമ്മൻ മാർക്കറ്റും 0.5% നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ന് ഇന്ത്യ, സിംഗപ്പൂർ, കൊറിയൻ മാർക്കറ്റുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില $71.13 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $65.91 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $5025.71 പെർ ഔൺസ് എന്ന നിലയിലുമായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഹഡ്സൺ 3 സംഭരണ ടാങ്കുകൾ വിതരണം ചെയ്യുന്നതിനായി റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്ന് 13.2 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. ഗ്രാവിറ്റി ഇന്ത്യ ഫണ്ട് ശേഖരണം പരിഗണിക്കുവാൻ ഫെബ്രുവരി 25-ന് കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് സോണിയുമായിട്ടുള്ള ലയനം ഉപേക്ഷിക്കുന്നതിനും ഓഹരി ഉടമകളുടെ നഷ്ടത്തിനും കാരണമായ ഫണ്ട് വകമാറ്റലും ഭരണപരമായ വീഴ്ചകളും ചൂണ്ടിക്കാട്ടി കമ്പനിക്കും അതിന്റെ നേതൃത്വത്തിനുമായി സെബി കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയുണ്ടായി. 5 പൈസ ക്യാപിറ്റൽ ഫെബ്രുവരി 24-ന് ഫണ്ട് സമാഹരിക്കുന്ന പദ്ധതി കമ്പനിയുടെ ബോർഡ് പരിഗണിക്കും. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് സ്വയംഭരണ സംരംഭ പ്രവർത്തനങ്ങൾക്കായി മികവിന്റെ കേന്ദ്രം ആരംഭിക്കുന്നതിന് സിസ്കോയുമായി കമ്പനി സഹകരണം പ്രഖ്യാപിച്ചു. HCL ടെക് പുതിയ AI പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുന്നതിനായി HCL ടെക് എൻവിഡിയുമായിട്ട് കൈകോർക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ASM ടെക്നോളജീസ് ലിമിറ്റഡ് മെലിൻ ഫൗണ്ടറിയുടെ 20% വരുന്ന ഓഹരികൾ 48 കോടി രൂപയ്ക്ക് വാങ്ങാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട്. IT കോൺസ് സൊല്യൂഷൻസ് UPയിലെ അടിസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കമ്പനിക്ക് ഒരു കരാർ ലഭിച്ചു. സനോഫി ഇന്ത്യ 2021-22 സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 237 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഇതിനെതിരെ അപ്പീൽ നൽകുവാൻ കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. സൂസ്ലോൺ എനർജി ചെന്നൈയിലെ കസ്റ്റംസ് അതോറിറ്റിയിൽ നിന്ന് കമ്പനിക്ക് 9.60 കോടി രൂപയുടെ പിഴ ചുമത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.